ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസിലെ പേജ് നമ്പർ 48, ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ: ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ പെർപെൻഡിക്കുലർ കോർഡ്സ് ഓഫ് ദ സർക്കിൾ. പ്രൂവ് ദാറ്റ് ദ ആർക്സ് എ പി സി ആൻഡ് ബി ക്യു ഡി ജോയിൻ ടുഗദർ ടു മേക്ക് എ സെമി സർക്കിൾ. അപ്പം നമ്മൾ നോക്കിയേ, ഒരു സർക്കിളുണ്ട്. സർക്കിളിൽ എന്താ, നമുക്ക് രണ്ട് കോഡുണ്ട് അല്ലേ? എ ബി എന്ന് പറയുന്ന ഒരു കോഡും ഉണ്ട്, സി ഡി എന്ന് പറയുന്ന ഒരു കോഡും ഉണ്ട് അല്ലേ? ഈ കോഡ് എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ആംഗിൾ എന്താണെന്ന് നമുക്ക് കിട്ടി? 90 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലേ? ഇനിയിപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ രണ്ട് കോഡ്സ് ഉണ്ട്, കോഡ്സ് പെർപെൻഡിക്കുലർ ആണ്. ഇനി എന്തുണ്ട്? ആർക്കുണ്ട് അല്ലേ? ഇവിടെ ഒരു ആർക്കുണ്ട് എ പി സി, ഇവിടെ ഒരു ആർക്കുണ്ട് ബി ക്യു ഡി എന്ന് പറഞ്ഞു അല്ലേ? പ്രൂവ് ചെയ്യേണ്ട എന്താ? ഈ രണ്ട് ആർക്കും കൂടി ജോയിൻ ചെയ്താൽ നമുക്കൊരു സെമി സർക്കിൾ കിട്ടും എന്നാണ് പ്രൂവ് ചെയ്തേണ്ടത്. മനസ്സിലായോ? രണ്ട് ആർക്കും കൂടി ജോയിൻ ചെയ്താൽ നമുക്കൊരു സെമി സർക്കിൾ കിട്ടും. അപ്പം ഇതേ നോക്കിയേ, രണ്ട് ആർക്ക്, ഈ രണ്ട് ആർക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട എന്താണ്? ഒരു സെമി സർക്കിൾ അല്ലേ? അപ്പം ഈ സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ് അല്ലേ? സെൻട്രൽ ആംഗിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ത് വരും? 180 ഡിഗ്രി വരും അല്ലേ? അപ്പം നമ്മൾ ഈ ആർക്ക് ജോയിൻ ചെയ്യുമ്പോൾ സെമി സർക്കിൾ കിട്ടും എന്ന് പറയുന്നതിന് പകരം ഈ ആർക്കുകളുടെ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി കിട്ടും എന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ എന്താ പറഞ്ഞത്? ഈ ആർക്കുകൾ ജോയിൻ ചെയ്താൽ സെമി സർക്കിൾ കിട്ടും എന്ന് പറയുന്നതിന് പകരം ഈ ആർക്കുകളുടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. ആ സെൻട്രൽ ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ആർക്ക് എ പി സി എന്നുള്ള ഫസ്റ്റ് ആർക്ക് കണ്ടില്ലേ? ഇതിൻ്റെ ഈ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണല്ലോ സെൻട്രൽ ആംഗിൾ. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം. അപ്പം ഈ ആർക്കിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സ് ഒന്ന് എയിലും ഒന്ന് സിയിലുമാണ് അല്ലേ? അപ്പം നമുക്കിത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. എയിൽ നിന്നും ഈ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്തുണ്ട്? ഈ ആർക്കിൻ്റെ സെക്കൻഡ് പോയിന്റ് ഇവിടെ നിന്നും എവിടോട്ട്? സെൻറ്ററിലോട്ട്, അതായത് സിയിൽ നിന്നും സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ക്ലിയർ? ഇനി എന്താ? അതെ, ഇത് ആംഗിൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ഈ സർക്കിളിൻ്റെ, അതായത് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഉൾപ്പെടാതെ ഈ ആർക്കിൻ്റെ മറുഭാഗത്ത് ഒരു ആംഗിൾ നമുക്ക് വേണ്ടേ അല്ലേ? അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ എയുടെയും സിയുടെയും തുടങ്ങി ഈ സർക്കിളിലൊരു പോയിന്റ് വേണം. അത് കണ്ടെത്താൻ ഓൾറെഡി സിയിൽ നിന്ന് ഒരു പോയിന്റ് ഡിയിലോട്ടുണ്ട് അല്ലേ? അപ്പം ഈ ആർക്കിൻ്റെ മറ്റേ സൈഡ് ഏതാണ്? എ ആണ് അല്ലേ? അപ്പം എയിൽ നിന്ന് നമുക്ക് ഡിയിലോട്ട് മാർക്ക് ചെയ്യാലോ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കിട്ടി? ആർക്ക് എ പി സിയുടെ സെൻട്രൽ ആംഗിൾ കിട്ടി അല്ലേ? ഈ സെൻട്രൽ ആംഗിൾ അല്ലാതെ ഈ സർക്കിളിൻ്റെ മറുഭാഗത്തുള്ള ആംഗിൾ നമുക്ക് കിട്ടി അല്ലേ? അപ്പം അതുകൊണ്ട് ഇവിടെ ഞാനൊരു പേര് കൊടുക്കുന്നു, എ ഇ. അപ്പം ഈ ആംഗിൾ എന്ത് വരും? എ ഡി സി. അപ്പം നമുക്ക് സെൻട്രൽ ആംഗിളും ഈ ആർക്ക് സർക്കിളിൻ്റെ മറുഭാഗത്തുള്ള ആംഗിളും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? ഈ മറുഭാഗത്തുള്ള ആംഗിൾ ഞാൻ എക്സ് ഡിഗ്രി എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്ത് വരും? 2x ഡിഗ്രി എന്ന് വരും. ക്ലിയർ? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഒരു സർക്കിളിൻ്റെ ആർക്ക് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും എന്താണ്? സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ ഒഴികെ സർക്കിളിലുണ്ടാകുന്ന ഒരു പോയിന്റ് അല്ലേ? അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് സെക്കൻഡ് ആർക്ക് നോക്കാം. സെക്കൻഡ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബി ഡി ക്യു അല്ലേ? അപ്പം ഈ ബി ഡി ക്യുവിലെ ആർക്കിൻ്റെ എൻഡ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ബിയും ഡിയും ആണല്ലേ? അപ്പോൾ അത് നമ്മുടെ സെൻറ്ററിലോട്ട് മേക്ക് ചെയ്യുന്ന ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് വരയ്ക്കണമല്ലോ. അത് നമുക്ക് ജോയിൻ ചെയ്യാം. അതെന്താണ്? ബി ഒ ഡി അല്ലേ?
ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ബി ഒ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പം നമുക്ക് ഇതിൻ്റെ എന്താണ് ഈ സെൻട്രൽ ആംഗിൾ ഉൾപ്പെടാത്ത സെൻട്രൽ ആംഗിളിന് പുറത്തുള്ള സർക്കിളിലെ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമല്ലോ. അത് ദേ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലേ. ഈ എൻഡ് പോയിന്റ് ബിയിൽ നിന്നും യോജിച്ച് ഇങ്ങോട്ട് പോയി ഇവിടെ എത്തി. ദേ നെക്സ്റ്റ് എൻഡ് പോയിന്റ് ഡിയിൽ നിന്നും എത്തി എവിടെ എത്തി? എയിലെത്തി. അപ്പം ഈ ആംഗിളാണ്. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ ഞാനൊരു വൈ എന്ന് എടുത്താൽ ഇതെന്ത് വരും? 2y എന്ന് വരും. ഓക്കെ, ക്ലിയർ? അപ്പം ഇത്രയും നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഫസ്റ്റ് എ പി സി എന്നുള്ള ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിളാണ് എഴുതുന്നത് അല്ലേ. അപ്പം ദേ എ ഡി സി, ആംഗിൾ എ ഡി സി ഈക്വൽ ടു നമുക്ക് എന്തെന്നെടുത്തു? എക്സ് ഡിഗ്രി എന്നെടുത്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി അല്ലേ. എ പി സി നമുക്ക് എന്തെഴുതാം? എ പി സി ഈസ് ഈക്വൽ ടു ഏതാ വരുന്നത്? ആംഗിൾ എ ഒ സി അല്ലേ. ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു എന്ത് വരും? 2x എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ആർക്ക് അല്ലേ. രണ്ടാമത്തെ ആർക്കിൻ്റെ നമ്മൾ എന്തെഴുതും? ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു വൈ ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്താണ്? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി. ബി ക്യു ഡി എന്ന് പറയുന്നത് എന്ത് വരും? ആംഗിൾ ബി ഒ ഡി അല്ലേ. ബി ഒ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2y ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? സെൻട്രൽ ആംഗിളുകളുടെ സമ്മ് 180 ഡിഗ്രി വേണമെന്ന് അല്ലേ. അപ്പോൾ ദേ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് നോക്കിയേ. ട്രയാങ്കിൾ എ ഇ ഡി അല്ലേ. ഈ എ ഇയുടെ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ട്രയാങ്കിൾ എ ഇ ഡി എടുത്താൽ എന്താണ്? ദേ ഫസ്റ്റ് ഒരു ആംഗിൾ എക്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് നെക്സ്റ്റ് ആംഗിൾ വൈ, തേർഡ് ആംഗിൾ 90 ഡിഗ്രി അല്ലേ. ഇത് മൂന്നും കൂടി കൂട്ടുമ്പം അല്ലേ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസുകളുടെ സം എന്തായിരിക്കും? 180 ഡിഗ്രി. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാമല്ലോ. എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും? 180. ഈ 90 ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -90. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ക്ലിയർ? ഇനി നമുക്ക് നമ്മുടെ സെൻട്രൽ ആംഗിളിൻ്റെ സമ്മ് നോക്കാം അല്ലേ. അപ്പോൾ എന്തെഴുതാം? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി പ്ലസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടിയത്? ഫസ്റ്റ് 2x എന്ന് കിട്ടി. ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിൾ എന്ത് കിട്ടി? 2y എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ടിടത്തു നിന്നും 2 കോമൺ എടുക്കാം അല്ലേ. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് വൈ നമുക്ക് തൊട്ട് മുമ്പ് എന്ത് കിട്ടി? 90 എന്ന് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 90 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. അപ്പം നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? സെൻട്രൽ ആംഗിളുകളുടെ സമ്മ് 180 ഡിഗ്രി എന്നായിരുന്നു കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കിട്ടിയില്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ആർക്കുകളും ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെമി സർക്കിൾ കിട്ടും. ക്ലിയർ? അപ്പം നമുക്ക് എന്ത് എഴുതാം? സോ ദ ആർക്സ് എ പി സി ആൻഡ് ബി ക്യു ഡി joined together make a semicircle. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിലെ രണ്ട് കോഡ്സ് തന്നിട്ടുണ്ട്. കോഡ്സ് രണ്ടും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് 90 ഡിഗ്രിന്ന് കിട്ടി. പിന്നെ സർക്കിളിൽ രണ്ട് ആർക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് ആർക്കുകളോട് ജോയിൻ ചെയ്താൽ നമുക്കൊരു സെമി സർക്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്തു? ആർക്ക് മേക്ക് ചെയ്ത് ഒരു സെമി സർക്കിൾ കിട്ടുക എന്ന് വെച്ചാൽ അവയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ആർക്സിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? സെൻട്രൽ ആംഗിളുകൾ രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക്
180 ഡിഗ്രി കിട്ടി. അപ്പോൾ എന്ത് പറയാം, ഈ ആർക്കുകൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സെമി സർക്കിൾ കിട്ടുമെന്ന്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.